ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷെറിൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ് അല്ലെങ്കിൽ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടു, എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാനും അതേപോലെ തന്നെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ അക്കാഡോ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജീവാണു വളം എന്താണെന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത. അപ്പൊ നമ്മൾ ജീവാണു വളം ഇട്ടിട്ട് ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്താലും നമ്മളെ കൃഷിയെ നശിപ്പിക്കാനായിട്ട് കീടങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ്, ഒരുപാട് പെസ്റ്റ് വരും. ഈ പെസ്റ്റിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരുപാട് രാസ കീടനാശിനികൾ അല്ലെങ്കിൽ കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കും. ഈ കെമിക്കൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. പക്ഷെ എന്താ, ഇതിനൊക്കെ വലിയ വിലയും അതേപോലെ തന്നെ നമ്മുടെ സോയിലിനും അതേപോലെ തന്നെ നമ്മൾ അതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്ട്സിനും ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് നന്നായി മോശമായിട്ട് ബാധിക്കും. അപ്പൊ ഇങ്ങനെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കുറക്കാനായിട്ട് നമുക്ക് 2-3 മാർഗങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള എനിമീസിനെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ നേച്ചറിൽ ഫുഡ് ചെയിൻ ഉണ്ട്. ഫുഡ് ചെയിൻ എന്താണ്, നമ്മൾ പറഞ്ഞു പുൽച്ചാടീനെ എന്താ തവള തിന്നും, തവളേനെ അതിന്റെ എനിമി ആയിട്ടുള്ള പാമ്പ് തിന്നും. അങ്ങനെ ഫുഡ് ചെയിൻസ് ഉണ്ട്, നാച്ചുറൽ ഫുഡ് ചെയിൻ ഉണ്ട്. ഈ നാച്ചുറൽ ഫുഡ് ചെയിൻസിൽ എന്താണ്, ഈ പെസ്റ്റിനും എന്താണ് കുറെ എനിമീസ് ഉണ്ട്. അപ്പൊ എന്താണ്, ഈ നാച്ചുറൽ എനിമീസിനെ ഉപയോഗിച്ചുള്ള ഈ പെസ്റ്റിന്റെ അല്ലെങ്കിൽ കീടങ്ങളുടെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ മാർഗം എന്താണ്? രണ്ടാമത്തെ മാർഗം ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ IPM, സംയോജിത കീട നിയന്ത്രണ മാർഗം. എന്താണ് സംയോജിത കീട നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്? ഈ സംയോജിത കീട നിയന്ത്രണ മാർഗത്തിൽ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് മൊത്തത്തിൽ പെസ്റ്റിനെ നശിപ്പിക്കണ്ട. അപ്പൊ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൊത്തമായി ആ കീടങ്ങളെ നശിപ്പിക്കും. പക്ഷെ ആ കീടങ്ങൾ പൂർവാധിക ശക്തിയോടെ അടുത്ത ജനറേഷനിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിലും എന്താണ് വലിയ ഡോസേജ് ഉള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിൽ അവര് കീടങ്ങളെ മുഴുവനായിട്ട് നിയന്ത്രിക്കാതെ നമ്മുടെ കൃഷിയെ ബാധിക്കാത്ത രീതിയിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ അതിനു വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാത്തോജൻസിന് ഉപയോഗിക്കും. പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ ഈ പെസ്റ്റിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജീവികൾ, അതേപോലെ തന്നെ പ്രിഡേറ്റേഴ്സ്, നേരത്തെ പറഞ്ഞു നാച്ചുറലായിട്ട് കാണുന്ന എനിമീസിനെ ഉപയോഗിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന, മൊത്തമായി നശിപ്പിക്കാതെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്താന്ന് നമുക്ക് വായിക്കാം. The basic principle of integrated pest management is not the destruction of pests totally. Instead, it tries to prevent the multiplication of pests and to limit their number without loss of crop. എന്താണ്, ക്രോപ്പ് ലോസ് ഇല്ലാതെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കുറക്കാന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വിളനഷ്ടം ഉണ്ടാകാതെ അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. പിന്നെന്താണ്, this is eco-friendly method ensures pest control without disturbing the environment. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എന്താണ് കീടനിയന്ത്രണം സാധ്യമാക്കുന്നതിന് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത കീടനിയന്ത്രണ മാർഗം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് ഈ പെസ്റ്റിനൊക്കെ നശിപ്പിച്ചു, നമ്മൾ എന്താണ് ജീവാണു വളങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ട് കൃഷി തുടങ്ങി. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്താണ്, ഈ വിളകൾ ഉണ്ടാവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുക, പ്രോപ്പറായ രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അതും നമ്മുടെ കൃഷിയെ ബാധിക്കും. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും? ഒന്ന്, കമ്പോസ്റ്റ് ഉണ്ടാക്കാം, കമ്പോസ്റ്റ് നിർമ്മാണം അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗ്.
പിന്നെ ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ബയോഗ്യാസിന്റെ ഉൽപാദനം, നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അടുത്തത് ഫോഡർ പ്രൊഡക്ഷൻ, കാലിത്തീറ്റ നിർമ്മാണം, അതേപോലെ പോൾട്രി ഫോഡർ പ്രൊഡക്ഷൻ, കോഴിത്തീറ്റ നിർമ്മാണം. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്, മത്സ്യ തീറ്റ നിർമ്മാണം. നമ്മുടെ ഫാംസിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം, ബയോഗ്യാസസ് ഉണ്ടാക്കാം, ഫോഡേഴ്സ് ഉണ്ടാക്കാം, ഫിഷിന് വേണ്ടിയിട്ടുള്ള ഫീഡ് ഉണ്ടാക്കാം, പോൾട്രി ഫോഡർ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പല രീതിയിലുള്ള കൃഷികൾ കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ കൃഷിയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. ഒരു പശു ഉണ്ടാവും, 2 കോഴി ഉണ്ടാവും, കുറച്ച് ചീര ഉണ്ടാവും, അങ്ങനെയൊക്കെ. എന്നാൽ ഒരു കൃഷിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം കൃഷി ചെയ്തു പോകുന്ന വലിയ വലിയ ഫാമേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ കൃഷി രീതിക്കും ഓരോ പേരുകൾ നമ്മൾ പറയും. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ മാച്ച് ദ ഫോളോയിങ്, അതേപോലെ തന്നെ കോളംസ് മാച്ച് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ ഫസ്റ്റ് ആണ് കന്നുകാലി പരിപാലനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്. എന്താണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്? ഈ റിയറിംഗ് ഓഫ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസ്, അല്ലെങ്കിൽ കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നു. അപ്പോ എന്താണ് ഈ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ പശു മാത്രമല്ല, പശു വരും, എരുമ വരും, ആട് വരും, ഇവയൊക്കെ പെടുന്നതാണ് കന്നുകാലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ വളർത്തുന്ന കൃഷി രീതിക്കാണ് കന്നുകാലി പരിപാലനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. എക്സാമ്പിൾസ് വെച്ചിട്ട് എന്താണ് ഓഡ് വൺ ഔട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പോർഷൻസ്. അപ്പൊ പശുവിന് വരുന്ന എക്സാമ്പിൾസ് ആണ് ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. അതേപോലെ തന്നെ എരുമയാണെങ്കിൽ മുറ, നീലിരവി, ബദാവരി. ആടാണെങ്കിൽ തലശ്ശേരി, ജംന പത്യാരി, ബോർ എന്നിവ. അടുത്തത് പക്ഷി പരിപാലനം അല്ലെങ്കിൽ പോൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പക്ഷി പരിപാലനം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും കോഴീനൊക്കെ വളർത്താൻ ഇഷ്ടമാകും. കോഴി മാത്രമല്ല പക്ഷി പരിപാലനത്തിൽ വരുന്നത്. കാട, താറാവ്, അങ്ങനെ ഒരുപാട്. ഇന്നാണെങ്കിൽ ഈ കോഴി, താറാവ്, കാട അല്ലാതെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ വെറൈറ്റീസ് ആയിട്ടുള്ള പക്ഷികളെ ഇന്ന് നമ്മളെ നാട്ടിൽ വളർത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എമു ഒക്കെ നമ്മളെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പൊ കോഴി പരിപാലനത്തിൽ നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാനുള്ളത് കോഴി ഇനങ്ങൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവാണെങ്കിൽ മസ്കവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങളാണെങ്കിൽ ജാപ്പനീസ്, ബോബ് വൈറ്റ് എന്നിവയാണ് എക്സാമ്പിൾസ് പഠിക്കാനുള്ളത്. എല്ലാവരും എക്സാമ്പിൾസ് വളരെ വ്യക്തമായിട്ട് പഠിക്കാം. പിന്നെ സെറികൾച്ചർ നിങ്ങൾ അധികം കേട്ട് പരിചയമില്ലാത്ത വാക്കായിരിക്കും. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറികൾച്ചർ സാരി ഒക്കെ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് സാരി ഉണ്ടാകുന്നത്? ചില സാരികൾക്കൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും. കല്യാണ സാരികളൊക്കെ എടുക്കുമ്പോൾ പട്ട് സാരിയാണ്. എന്താ പട്ട് സാരി എങ്ങനെ ഉണ്ടാവുന്നത്? പട്ടുസാരി ഉണ്ടാവുന്നത് നമ്മുടെ പട്ടുനൂൽ പുഴു എന്നാണ്. പട്ടുനൂൽ പുഴുവിനെ വളർത്തി അതിന്റെ കൊക്കൂൺസ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് അതിന്ന് നൂല് ഉണ്ടാക്കിയിട്ടാണ് ഈ പട്ടുസാരികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ പട്ടുനൂൽ പുഴുവിന്റെ പ്രത്യേക സ്പീഷീസുകളാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന. ആ എക്സാമ്പിൾസ് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. പട്ടുനൂൽ പുഴുവിനുള്ള എക്സാമ്പിൾസ് ആണ് ടെസർ, മൾബറി പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു. ഇത് 3 വളരെ കൃത്യമായിട്ട് എല്ലാവരും ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഈ പട്ടിന് വേണ്ടി എന്താണ് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന കൃഷി രീതിക്കാണ് നമ്മൾ സെറികൾച്ചറിന് പറയാം. അടുത്തൊരു കൃഷി രീതിയാണ് പിസികൾച്ചർ അല്ലെങ്കിൽ പിസികൾച്ചർ മത്സ്യങ്ങളെ വളർത്തുന്നത്. എന്തിനു വേണ്ടി? മാംസത്തിന് വേണ്ടി മത്സ്യങ്ങളെ വളർത്തുന്ന കൃഷി രീതിക്കാണ് നമ്മൾ പിസികൾച്ചർ എന്ന് പറയാം. പിസികൾച്ചറിൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് വളർത്തുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗപ്പിയൊക്കെ അലങ്കാര മത്സ്യമായിട്ട് നിങ്ങളും വളർത്താറുണ്ടാവും. ഗോൾഡ് ഫിഷും ഗപ്പിയൊക്കെ എന്താണ് അലങ്കാരത്തിന് വേണ്ടി മത്സ്യങ്ങളെ വളർത്തി അത് ഭയങ്കര ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മാംസത്തിന് വേണ്ടി വളർത്തുന്ന മീനുകളാണ് കരിമീൻ, രോഹു, കട്ല എന്നിവ. എല്ലാവരും എക്സാമ്പിൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താ ഫ്ലോറിക്കൾച്ചർ? ഫ്ലവേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണോ? ഫ്ലവർ നമ്മുടെ നാട്ടിൽ അധികം കോമൺ അല്ലാത്ത ഒരു കൃഷിയാണ് ഫ്ലോറിക്കൾച്ചർ അല്ലെങ്കിൽ ഫ്ലവറിന്റെ കൃഷി എന്ന് പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഒരുപാട് ചെണ്ടുമല്ലി പാടങ്ങളും അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പൂപ്പാടങ്ങൾ കാണാൻ പറ്റും. അപ്പൊ കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് പൂക്കൾ വളർത്തുന്ന രീതിനെയാണ് നമ്മൾ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയാം. അപ്പൊ ഫ്ലോറിക്കൾച്ചറിൽ നമുക്ക് എന്തൊക്കെ വളർത്താം? മുല്ല വളർത്താം, ചെണ്ടുമല്ലി വളർത്താം, ജമന്തി വളർത്താം, റോസ്, ഓർക്കിഡ്, ആന്തൂര്യം എന്നീ എല്ലാ പൂക്കളും നമുക്ക് വളർത്താൻ വേണ്ടി സാധിക്കും. എപ്പിക്കൾച്ചർ അറിയോ?
തേനീച്ച വളർത്തുന്ന കൂട്ടുകാരുണ്ടോ ഇതില്? അപ്പൊ തേനീച്ച വളർത്തുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന, സയന്റിഫിക് ആയിട്ട് തേനീച്ച വളർത്തുന്ന കൃഷി രീതിനെയാണ് നമ്മൾ എന്താ പറയാ, എപ്പികൾച്ചർ എന്ന് പറയാം. എപ്പികൾച്ചറിൽ നമുക്ക് തേന് മാത്രമാണോ തേനീച്ചന്ന് കിട്ടുക? തേന് മാത്രമല്ല, നമുക്ക് ഹണി മാത്രമല്ല കിട്ടുക, എന്തൊക്കെ കിട്ടും, വാക്സും കൂടെ കിട്ടും. ബി വാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബി വാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പികൾച്ചറിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് തേനീച്ചകളുടെ കോലൻ, മെല്ലിഫറ എന്നൊക്കെ പറയുന്നത്. അപ്പൊ കോലൻ, മെല്ലിഫറ എല്ലാവരും എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കുക. ഓരോന്നിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് പഠിക്കുക. കോളം വരച്ച് തന്നെ വ്യക്തമായിട്ട് പഠിക്കുക. കാരണം എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അപ്പൊ എപ്പികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തേനീച്ച വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് കോലൻ, മെല്ലിഫറ. അടുത്താണ് ക്യൂണിക്കൾച്ചർ. എന്താ ക്യൂണിക്കൾച്ചർ? മുയലിനൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? മുയലിനൊക്കെ കൃഷി ചെയ്യുന്ന പണ്ടൊക്കെ വീട്ടിൽ 1-2 മുയലൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് ലാർജ് എമൗണ്ടിൽ വളരെ സയന്റിഫിക് ആയിട്ട് മുയലിനെ വളർത്തുന്ന ആ കൃഷി രീതിക്കാണ് നമ്മൾ ക്യൂണിക്കൾച്ചർ എന്ന് പറയാം. അപ്പൊ ക്യൂണിക്കൾച്ചറിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റാബിറ്റ്സ് അല്ലെങ്കിൽ മുയലുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഗ്രേ ജയൻ, വൈറ്റ് ജയൻ, ഈ ഇനങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ക്യൂണിക്കൾച്ചറിൽ കൃഷിക്കായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അടുത്താണ് മഷ്റൂം കൾച്ചർ. എന്താണ് മഷ്റൂം? മഷ്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പറമ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കൂണുകൾ മുളച്ചു വന്നിട്ടുള്ള കാണാം. അപ്പൊ ഈ കൂണുകൾ കൃഷി ചെയ്യാൻ പറ്റുമോ? കൂണുകൾ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വളരെ സയന്റിഫിക് ആയിട്ടുള്ള നോളജ് അതിനു വേണ്ടി വേണം. കാരണം കൂണുകൾ, പലതരം കൂണുകളുണ്ട്. ചില കൂണുകൾ കഴിച്ചാൽ നമ്മൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ കൂണുകൾ കൃഷി ചെയ്യുന്ന കൃഷി രീതിക്കാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയാം. മഷ്റൂം കൾച്ചർ. അപ്പൊ മഷ്റൂം കൾച്ചറിൽ നമ്മൾ കോമൺ ആയിട്ട് എന്താ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന മഷ്റൂം ടൈപ്സ് ആണ് പാൽക്കൂൺ, ചിപ്പിക്കൂൺ, അല്ലെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂം, ബട്ടൺ മഷ്റൂം എന്നൊക്കെ പറയുന്നത്. അടുത്താണ് ഹോർട്ടിക്കൾച്ചർ. വീട്ടിൽ ഒരു പേരയ്ക്കോ മാവോ അല്ലെ പ്ലാവോ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ എന്താണ് ഫ്രൂട്ട്സ് മാത്രം കൃഷി ചെയ്യുന്ന ലാർജ് ഏരിയയിൽ ഫ്രൂട്ട്സ്, പലതരം ഫ്രൂട്ട്സ്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പോ എന്താണ് ചേക്കേറി വന്നൊരു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ എന്നൊക്കെ പറയുന്നത്. റംബൂട്ടാൻ, ഡ്യൂറിയാൻ, ലിച്ചി എന്നൊക്കെ പറയുന്നത് പുറത്ത് നമ്മളെ നാട്ടിലുള്ള ഫ്രൂട്ട്സ് അല്ല, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മാർക്കറ്റിലൊക്കെ ധാരാളം സീസൺ ആയി കഴിഞ്ഞാൽ കാണുന്ന ഫ്രൂട്ട്സ് ആണ് ഈ ലിച്ചി, റംബൂട്ടാൻ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഒക്കെ എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ലാർജ് ഏരിയയിൽ ഇത് ഫ്രൂട്ട്സ് മാത്രം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയാം. അപ്പൊ ഔഷധ സസ്യ കൃഷി. അപ്പൊ ഔഷധ സസ്യങ്ങൾ നമ്മളെ വീട്ടിൽ കൃഷിയായിട്ടൊന്നും ഇല്ലെങ്കിലും എന്താണ് ഒരു തുളസി അല്ലെങ്കിൽ ഒരു പനിക്കൂർക്ക ഇല്ലാത്ത വീട് ഉണ്ടാവില്ല. അപ്പൊ ഈ ഔഷധ സസ്യങ്ങളുടെ ലാർജ് സയന്റിഫിക് ആയിട്ടുള്ള കൃഷി രീതിക്കാണ് നമ്മൾ എന്താ പറയാ, മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഔഷധ സസ്യ കൃഷി എന്ന് പറയാം. അപ്പൊ ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ കുറച്ച് മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 4 ടൈപ്പ് മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. അപ്പൊ പോളി ഹൗസ് ഫാമിംഗ് എന്താ? പോളി ഹൗസ് ഫാമിംഗ് എന്താണ്? ഒരു പോളിത്തീൻ ഷീറ്റിനുള്ളിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത കാലാവസ്ഥ ഉണ്ടാക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെടിക്ക് എന്താണോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണോ അതിന് വേണ്ട ആവശ്യത്തിനുള്ള സൺലൈറ്റ് എത്ര വേണം അതൊക്കെ നോക്കിയിട്ട് ഒരു പോളി ഹൗസിനുള്ളിൽ ചെടികൾ വളർത്തുന്നതിനെയാണ് എന്താണ് നമ്മൾ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതൊരു മോഡേൺ കൾട്ടിവേഷൻ ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു മോഡേൺ എന്താണ് നൂതനമായ കാർഷിക വിദ്യയാണ് ഈ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രിസിഷൻ ഫാമിംഗ് പോളി ഹൗസ് ഫാമിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പാടത്തേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നല്ല, എല്ലാ മെഷീൻസ് യൂസ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ആണ്. എന്താണ്, ഡ്രോൺസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ടാബ്ലറ്റിൽ നമ്മളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും വളവും ഒക്കെ അവിടെ ഫാമിൽ എത്തിയിരിക്കും. അങ്ങനെയുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ചെടിക്ക് എത്രയാണോ വളം അത്ര മാത്രം കൊടുത്തുകൊണ്ടുള്ള ഫാമിങ്ങിനെയാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൈഡ്രോപോണിക്സ്.
നമ്മുടെ ഇപ്പോഴാണെങ്കിൽ എന്താണ്, നമുക്ക് വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ചെറുതായി ഇപ്പൊ എല്ലാ വീടുകളിലും പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാം ചെയ്യാനൊന്നും അത്രമാത്രം സ്ഥലമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ചെടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡേ കഴിക്കൂ എന്നുള്ള ആൾക്കാർ എങ്ങനെ കൃഷി ചെയ്യും എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ വിദ്യയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഹൈഡ്രോപോണിക്സിൽ കൃഷി ചെയ്യാൻ നമുക്ക് മണ്ണ് വേണ്ട. അപ്പൊ എങ്ങനെ കൃഷി ചെയ്യാം, വെള്ളത്തിൽ മാത്രം ചെടികൾ നിൽക്കുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ എന്താണ്, ഈ വെള്ളത്തിൽ എന്താ ചെയ്യുക, വെറും വെള്ളമല്ല, ന്യൂട്രിയൻ മിക്സ്ചേഴ്സ് ആയിട്ടുള്ള വെള്ളമാണ്. അതിൽ നമുക്ക് കെമിക്കൽ ന്യൂട്രിയൻസ് മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറിലാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഹൈഡ്രോപോണിക്സ് വളരെ വലിയ രീതിയിൽ ഹൈഡ്രോപോണിക്സ് വികസിച്ചിട്ടുണ്ട്. നമുക്ക് ഇലച്ചെടികൾ, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ്രോപോണിക്സിൽ വളരെ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രോപോണിക്സ് ഒരു മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ആണ്. നമ്മുടെ അവസാനത്തെ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്കാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹൈഡ്രോപോണിക്സിൽ വെള്ളം വേണം, എന്നാൽ എയറോപോണിക്സിൽ വെള്ളത്തിൽ പോലും വെക്കണ്ട. ചെടി വെറുതെ എന്താണ് എയറിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ എയറിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ചെടി, നമ്മളെ ഒരു ചെടി പറിച്ച് എയറിൽ വെച്ചാൽ അത് വളരുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിനാവശ്യാനുസരണം എന്താണ്, അതിനാവശ്യമായ അളവിൽ മാത്രം വെള്ളം നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യും. അപ്പോ എയറോപോണിക്സ് കഴിഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞത്, 4 തരം മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പേര് പഠിക്കുക, ഏത് രീതിയിലാണ് അത് ചെയ്യുന്നതും അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മോഡേൺ ടെക്നിക്സും മോഡേൺ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് സീഡ്സും വെറൈറ്റീസും കൃഷി ചെയ്യാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നാട്ടിൻപുറത്തുള്ള നമ്മളേതായ കുറച്ച് ചെടികളുണ്ട്, കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ മറക്കാൻ പാടുണ്ട്. അപ്പം മാങ്ങയിലാണെങ്കിൽ നമുക്ക് എല്ലാവരും നാടൻ മാങ്ങകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. മാംഗോയിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ആണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ എന്നൊക്കെ പറയുന്നത്. പ്ലാന്റൈൻ അല്ലെങ്കിൽ വാഴയാണെങ്കിൽ എന്താണ്, ഒരു നാടൻ വെറൈറ്റി ആണ് ഞാലിപ്പൂവൻ, പാളയംകോടൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ കൗ വെറൈറ്റീസ് എടുക്കുകയാണെങ്കിൽ സസ്യങ്ങൾ മാത്രമല്ല ജന്തുക്കളിലും ഹൈബ്രിഡ്സ് അല്ലാത്ത നാച്ചുറലി ഉണ്ടായിരുന്ന വെറൈറ്റീസ് ആണ്. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നൊക്കെ പറയുന്നത് പശുവാണ്. ആടിൽ നോക്കുകയാണെങ്കിൽ മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള എന്താണ് ആനിമൽ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ നമ്മുടെ അക്കാഡോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.